Hello, hi, good evening, all. Welcome to the live sessions by Let's Update Language Academy. So, this time it's about the exam updates. Yes. Yes, so, So, good evening, all. It's me, Harish. and this is Priyanka. And yes, എല്ലാ എക്സാമിൻ്റെയും മുന്നോടിയായിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കൊരു ലാസ്റ്റ് അവർ പ്രിപ്പറേഷൻ അല്ലേ, എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ലിയർ ചെയ്ത് കോൺഫിഡൻ്റ് ആയിട്ട് എക്സാമിന് പോകാനായിട്ട് ലെറ്റ്സ് ലാംഗ്വേജ് അക്കാഡമി കഴിഞ്ഞ 2-3 എക്സാമിനേഷനായിട്ട് മുടങ്ങാതെ നിങ്ങളുടെ മുമ്പിൽ വരുന്നുണ്ട്. And you can clear all your doubts regarding OET, especially writing, speaking പോലെയുള്ള മൊഡ്യൂളുകളിൽ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോഴും കൺഫ്യൂസിങ് ആയിട്ട് വരുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, ചോദിക്കാം. ആൻഡ് വിൽ ബി റിപ്ലൈ ഇറ്റ് ഫോർ ഷുവർ. ആൻഡ് അതിന് മുമ്പായിട്ട് 1-2 കാര്യങ്ങൾ പറയാനുള്ളത്, ഇതൊരു പുതിയ ഫേസ്ബുക്ക് പേജിലാണ് നമ്മൾ ഈ ഒരു ലൈവ് സെഷൻസ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇന്ന് മുതൽ. ആൻഡ് ഇന്ന് മുതലുള്ള എല്ലാ ലൈവ് സെഷൻസും എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസും കാര്യങ്ങളും എല്ലാം നമ്മൾ പുതിയൊരു ഫേസ്ബുക്ക് പേജിൽ ഹോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കാരണം കുറച്ചും കൂടെ ലൈവ് സെഷൻസിന് ഫോക്കസ് ചെയ്തുകൊണ്ട് കുട്ടികൾക്ക് ഒരു കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ ലൈവ് സെഷൻസും ഫേസ്ബുക്കിൻ്റെ പുതിയ ഈ ഒരു പേജിൽ നമ്മൾ ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ തീർച്ചയായിട്ടും എല്ലാ കുട്ടികളും നമ്മുടെ ഫേസ്ബുക്ക് ഈ പുതിയ പേജിൽ നിന്ന് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. And so you will be getting the notifications. Yes, അതുപോലെ തന്നെ നിങ്ങളുടെ കൊളീഗ്സ് ആയിട്ട് OET IELTS പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കെല്ലാം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ അല്ലേ. ഓക്കെ സോ അബൌട്ട് ദ ലൈവ് സെഷൻ്റെ കാര്യം പറയുമ്പോൾ നമുക്ക് ഇന്ന് മാത്രമല്ല എക്സാം അപ്ഡേറ്റ്സുമായിട്ട് നമ്മൾ എക്സാമിന് ശേഷവും നിങ്ങൾ കാണാൻ എത്തുന്നതായിരിക്കും. സോ യൂഷ്വലി ഒത്തിരി സ്റ്റുഡൻസ് അത് ചോദിക്കാറുണ്ടായിരുന്നു. എക്സാമിന് ശേഷം നമുക്കൊരു അൺസർട്ടനിറ്റി, കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ട് റിഗാർഡിങ് ദ മൊഡ്യൂൾസ്. സോ എന്താ പറയുക, അതിനെല്ലാത്തിനെയും എക്സാമിൻ്റെ ദിവസത്തെ അന്നത്തെ പ്രത്യേകതകളും എങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആഫ്റ്റർ എക്സാം നമ്മളൊരു എക്സാം അപ്ഡേറ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അതിനകത്ത് ജോയിൻ ചെയ്ത് എക്സാം എഴുതിയ എല്ലാ സ്റ്റുഡൻസിനും ഇനി എഴുതാനിരിക്കുന്ന സ്റ്റുഡൻസിനും ഒക്കെ അതിനകത്ത് പുതിയതായിട്ട് നമ്മൾ എക്സാമിൽ കണ്ടുവരുന്ന പാറ്റേണും എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഓൾസോ റിഗാർഡിംഗ് ദ എക്സാം സെന്റേഴ്സ്, ഹൗ ഇസ് എക്സാം സെന്റർ ഗോയിങ്, നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു അവിടുത്തെ അറ്റ്മോസ്ഫിയർ എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് OET സ്പെഷ്യലൈസ്ഡ് ന്യൂസ് പോലെ അല്ലേ, നമുക്ക് എക്സാമിൻ്റെ ഒരു ന്യൂസ് പോലെ നമുക്ക് എല്ലാ കാര്യങ്ങളും അന്നത്തെ റീഡിംഗ്, ലിസണിംഗ്, റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ് എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ആൻഡ് വി ആർ ഗെറ്റിംഗ് മെസ്സേജസ്. ഹലോ, ഗുഡ് ഈവനിങ് സാന്ദ്ര, ദേവിക, അഞ്ജന, ഗുഡ് ഈവനിങ് ഓൾ. ഓക്കെ, സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പോൾ ഇന്നുണ്ട് നാളെ 9 o'clock ആഫ്റ്റർ എക്സാമിനേഷൻ നിങ്ങൾ ഫ്രീ ആയിട്ട് സമാധാനമായിട്ടിരിക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ആൻഡ് അത് കൂടാതെ കുറച്ച് കാര്യങ്ങൾ കൂടെ ഓർമ്മിപ്പിക്കാനായിട്ടുണ്ട്. അതായത് യു മൈറ്റ് ഹവ് ഹേർഡ് അബൌട്ട് ദ ബുക്ക് ലോഞ്ച്ഡ് പബ്ലിഷ്ഡ് ബൈ ലെറ്റ്സ് അപ്ഡേറ്റ് ലാംഗ്വേജ് അക്കാഡമി. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് കോപ്പി നമ്മൾ ഓണാഘോഷത്തിനോടനുബന്ധിച്ച് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ, അപ്പൊ തീർച്ചയായിട്ടും അതിന് നിങ്ങളിൽ എല്ലാവരിലോട്ടും എത്തുന്നതായിരിക്കും. കുറച്ച് കുട്ടികൾക്ക് കുറച്ച് കൊറീസും കാര്യങ്ങളുണ്ടായിരുന്നു, എപ്പോൾ മുതൽ ഇത് കിട്ടും, എങ്ങനെയാണ് നമുക്കിത് അവൈലബിൾ ആവുക എന്നുള്ള കൺസേൺസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. സോ ബൈ നെക്സ്റ്റ് വീക്ക് ഇറ്റ്സെൽഫ് നമ്മൾ അതിന്റെ എല്ലാ കോപ്പീസും അവൈലബിൾ ആയിരിക്കും സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആമസോൺ പോലെയുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലൂടെ തീർച്ചയായിട്ടും നമുക്ക് വാങ്ങിക്കാം. അതുപോലെ നിങ്ങൾ കേരളം, ഇഫ് യു ആർ ഇൻ കേരള, you can definitely get those books from your bookstores nearby. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ലെറ്റ്സ് സ്റ്റഡി ലാംഗ്വേജ് അക്കാഡമിയിൽ ഒന്ന് കോൺടാക്ട് ചെയ്തേക്കുക. എന്തായാലും ബൈ നെക്സ്റ്റ് വീക്ക് നമ്മുടെ ഈ ബുക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഹാർഡ് കോപ്പി ആയിട്ട് അവൈലബിൾ ആയിരിക്കും. ആൻഡ് ടോക്കിംഗ് അബൌട്ട് ദിസ് പെർട്ടിക്കുലർ ബുക്ക്, നമ്മൾ ഇതിൽ കമ്പയർ ചെയ്തിരിക്കുന്നത് റൈറ്റിംഗ്, സ്പീക്കിംഗ് മൊഡ്യൂൾസ് ബേസ് ചെയ്തിട്ട് നമ്മൾ എക്സാം പാറ്റേണിനായിട്ട് അല്ലെ, എക്സാമിന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്ത് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന എക്സാം കേസ് നോട്ട്സും അതിന്റെ മോഡൽ ആൻസേഴ്സും, അതുപോലെ സ്പീക്കിംഗിലേക്ക് വരികയാണെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ വളരെ റീസെന്റ് ആയിട്ട് വന്നിരിക്കുന്ന എക്സാം ബേസ്ഡ് ആയിട്ടുള്ള കാർഡ്സും അതിന്റെ വളരെ റിലവന്റ് ആയിട്ടുള്ള കണ്ടീഷനും സെറ്റിങ്ങും അതിന്റെ കീവേഡ്സും അങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത്. എപ്പോഴും നമ്മളുടെ സ്റ്റുഡൻസിന്റെ റിവ്യൂസ് എടുത്താണെങ്കിലും എപ്പോഴും നമ്മൾ കേൾക്കാറുള്ളതാണ് അബൌട്ട് ദ മെറ്റീരിയൽസ് ദാറ്റ് ലെറ്റ്സ് അപ്ഡേറ്റ് ലാംഗ്വേജ് അക്കാഡമി പ്രൊവൈഡ്സ്. സോ അതിന് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻക്വയറീസ് വരാൻ നേരത്ത് കുറച്ച് സ്റ്റുഡൻസ് എങ്കിലും ചോദിക്കുന്നുണ്ട് ഇവിടെ അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യമുണ്ടോ. ഇഫ് യു വോണ്ട് ദ ബുക്ക് യു വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് ദ ബുക്ക്. അതെ, അത് ഇപ്പം നിങ്ങൾ സെൽഫ് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ കൂടെ നിങ്ങൾക്ക് ബുക്സ് അവൈലബിൾ ആയിരിക്കും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും അല്ലാതെയും ഒക്കെ. And I think it is really a very beneficial
ഗൈഡ് ഫോർ ഓൾ ദ സ്റ്റുഡൻസ് പ്രിപ്പയർ ഫോർ OET. നിങ്ങൾ എവിടെ പഠിക്കുന്നു എന്നുള്ളതിന് അതിനെല്ലാം ഇമ്പോർട്ടൻസ് നിങ്ങൾ പഠിക്കുന്ന എപ്പോഴും നിങ്ങൾ പഠിക്കുന്ന മെറ്റീരിയൽസ്, അതുപോലെ നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന ആളുകളുടെ ക്വാളിഫിക്കേഷൻ നമ്മൾ എപ്പോഴും പുട്ട് ചെയ്യുന്നത് പോലെ തീർച്ചയായിട്ടും. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആയിരിക്കും ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത്. കാരണം നമ്മൾ അത്ര റീസെന്റ് ആയിട്ട് അത്ര അപ്ഡേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ് നിങ്ങൾ ഈ പറയുന്ന ഒരു ബുക്കിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ അത് മാത്രം നിങ്ങൾ പ്രിപ്പയർ ചെയ്താൽ റൈറ്റിംഗ് സ്പീക്കിങ്ങിന് ഒരു സിഗ്നിഫിക്കൻറ്റ് പ്രോഗ്രസ് നിങ്ങളുടെ പ്രിപ്പറേഷനിൽ ഉണ്ടാകുമെന്ന് നമുക്ക് 100% ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയുന്നത്, ഇന്ന് നമ്മളുടെ സ്റ്റുഡൻസ് റീവാലുവേഷനെ കുറിച്ച് ക്ലിയർ ആയിട്ട് നമ്മളുടെ അടുത്ത് എന്താ പറയാ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടി സ്റ്റുഡൻസിനെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ വി വെർ സോ ഹാപ്പി ടു ഗെറ്റ് എ പോസിറ്റീവ് റിവ്യൂ ആൻഡ് ദാറ്റ് മെയ്ഡ് അവർ ഡേ. നമ്മുടെ അന്നത്തെ ഒരു ദിവസം തന്നെ പോസിറ്റീവ് ആക്കി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ വൺ തിങ് ദാറ്റ് ഷീ മെൻഷൻഡ് ഇസ് ഷീ ആക്ച്വലി ഹാഡ് taken classes from offline as well as online from some other institutions. അപ്പം ലൈക്ക് ഇങ്ങനെയും പോയിട്ട് പഠിപ്പിക്കാം എന്ന് ആ കുട്ടിക്ക് മനസ്സിലായത് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്നതിന് ശേഷമാണെന്നുള്ള കമന്റ് സത്യത്തിൽ നമുക്ക് ഭയങ്കര എൻകറേജ്മെന്റും മോട്ടിവേഷനും ആയിരുന്നു ശരിക്കും പറയുകയാണെങ്കിൽ. അപ്പോൾ സ്റ്റുഡൻസ്, നമ്മുടെ പുതിയ സ്റ്റുഡൻസിനോട് ആ കുട്ടി പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇതൊരു ന്യൂ എക്സ്പീരിയൻസ് ആയിരിക്കും. യു ഡു നോട്ട് നോ അബൌട്ട് ദ സിസ്റ്റം വിച്ച് ഇസ് ഫോളോഡ്. സോ നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്ത് സ്റ്റുഡൻസിന് കൃത്യമായ രീതിയിലുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങളിലോട്ട് എത്തിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് പറഞ്ഞത്. സോ അതിനകത്ത് ആ കുട്ടി പ്രത്യേകമായി പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സസ് ഒരുപോലെ, അതായത് നമ്മളുടെ ലൈവ് സെഷൻസിൽ ഷീ ഈവൻ കൗണ്ടഡ് ദ നമ്പർ. 36 സ്പീക്കിംഗ് കാർഡ്സ് ആണ് FB കിടക്കുന്നത്, FB ലൈവ് സെഷൻസിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ 30 റൈറ്റിംഗ് സെഷൻസ് ആണ് അത് കണ്ടിട്ടുള്ളത്. അതിനകത്ത് നിന്ന് കൃത്യമായി നോട്ടൊക്കെ എഴുതി വെച്ച് പ്രിപ്പയർ ചെയ്യുമായിരുന്നു എന്നൊക്കെ. സോ ദ എഫേർട്ട് ദാറ്റ് യു ടേക്ക് ആൻഡ് ദ ട്രെയിനിങ് ദാറ്റ് വി പ്രൊവൈഡ്, സോ അതൊക്കെ നമുക്ക് ഒത്തിരി സന്തോഷം ഉണ്ടാക്കിയ കാര്യമാണ്. സോ യു മൈറ്റ് ഹിയർ ദ ബെസ്റ്റ് ട്രെയിനിങ് എന്ന് നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്. ഇപ്പൊ IELTS ആണെങ്കിലും OET ആണെങ്കിലും ഒക്കെ യു വിൽ ഗെറ്റ് എ പ്ലെന്റി ഓഫ് ഓപ്ഷൻസ് ഇൻ ഫ്രണ്ട് ഓഫ് യു. സോ ചൂസിങ് വൺ ഇസ് ആക്ച്വലി എ ഡിഫിക്കൽട്ട് ടാസ്ക് ഫോർ യു. സോ എപ്പോഴും നമ്മൾ എന്താ പറയാ, നമ്മളുടെ ടാഗ് ലൈനിൽ പറയുന്ന പോലെ തന്നെ ക്വാളിറ്റിയും റിസൾട്ടും ഒരുമിച്ചുള്ളടത്ത്, അത് IELTS ആയിക്കൊള്ളട്ടെ, നിങ്ങൾ ചെക്ക് ചെയ്യൂ എത്ര റിസൾട്ട്സ് ഉണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യൂ. OET ആയിക്കൊള്ളട്ടെ എത്ര റിസൾട്ട്സ്. OET ചെക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക എത്ര സ്റ്റുഡൻസ് അവിടെ എക്സാം എഴുതിയിട്ടുണ്ടെന്ന് കൂടെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. സോ IELTS OET ഇങ്ങനെ ഒരുപോലെ റിസൾട്ട്സ് നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണം നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ. അതുപോലെ തന്നെ ക്വാളിറ്റി വിജയമുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് കൂടുതലും. അതെ, അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ OETക്ക് എത്ര ശതമാനം വിജയം ഉണ്ടെന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. Like it is very minor proportion compared with the number of students who appear for the examination. അപ്പോൾ അതിൽ 100% വിജയം എന്ന് പറയുന്നത് ഒരിക്കലും പ്രാക്ടിക്കൽ ആവാത്തൊരു കാര്യമാണ്. കാരണം OET ഒരിക്കലും എഴുതുന്ന എല്ലാ കുട്ടികളെയും, അല്ലെങ്കിൽ മേ ബി 100 പോട്ടെ, ഒരു 50 പോലും പെർസെൻറ്റേജ് കുട്ടികൾക്ക് പോലും വിൻ പെർസെൻറ്റേജ് ഇല്ല എന്ന് തന്നെ പറയാം അല്ലേ. അത് പല കാരണങ്ങൾ കൊണ്ടാണ്. ബിക്കോസ് റിസൾട്ട്സ് ഇപ്പം ഒരു 100 പേര് എഴുതി കഴിഞ്ഞാൽ 50 പേരുടെ കുറച്ച് ഒരു 10% ചിലപ്പോൾ കിട്ടും. 1 മൊഡ്യൂളായിരിക്കും കിട്ടാതെ വരുന്നത്. പിന്നെ കുറച്ച് മാൽ പ്രാക്ടീസ് ഇഷ്യൂസ് കാരണം ഹോൾഡ് ചെയ്യപ്പെടുന്ന കുറച്ച് റിസൾട്ട്സ് ഉണ്ടാവും. അങ്ങനെയാണ് നമ്മളൊരു 0.5% ആയിട്ട് അതിന് പറയുന്നത്. പക്ഷെ നിങ്ങൾ കൃത്യമായി പ്രാക്ടീസ് ചെയ്ത് എഫേർട്ട് എടുത്ത് ഹാർഡ് വർക്ക് എടുക്കുന്നുണ്ടെങ്കിൽ എക്സാമിന് മുന്നേ പോകുന്നത് കൊണ്ട് ഞാൻ പറയാണ്, നിങ്ങൾ യാതൊരുവിധ മാൽ പ്രാക്ടീസ് എന്താ പറയാ സ്കാൻസിലോട്ട് നിങ്ങൾ വീഴാതിരിക്കുക. അത് കൃത്യമായി നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ പഠിച്ച് മാത്രം എക്സാം എഴുതുക. ചിലപ്പോൾ നിങ്ങൾ റിപ്പീറ്റേഴ്സ് ആയിരിക്കാം, ഫെഡപ്പ് ആയിട്ടുണ്ടാവും, ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുണ്ടാവും. ബട്ട് ദെൻ that would lead to a more and more complications and problems. So keep focused to the examination, do well in your examination, because നമ്മൾ ഇത്രയൊക്കെ ഇപ്പൊ റിപ്പീറ്റേഴ്സ് ആണെങ്കിൽ എന്തായാലും നമ്മൾ 2 വട്ടം നമ്മൾ മനസ്സിരുത്തി എഴുതിയില്ലേ, അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് എഴുതിയാൽ അത് കിട്ടും. ഉറപ്പായിട്ടും നമ്മൾ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അത് കിട്ടിയിരിക്കും. ഓക്കെ, so Sini, hi, good evening. So now the next thing that I would like to know is how many of you are attempting exam in this group? അല്ലേ, ഇപ്പോൾ നാളെ എക്സാം എഴുതുന്ന എത്ര സ്റ്റുഡൻസ് ഉണ്ട് എന്നുള്ളത് ഒന്ന് നമുക്ക് മെസ്സേജ് ചെയ്യാം. Okay, so we are very eager. Especially this session is particularly for exam. Focused on students who have exam tomorrow, September 2nd. എക്സാം എഴുതുന്ന കുട്ടികൾ ഈ ലൈവ് സെഷൻസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കുക. We'll be happy to know that. ഓക്കെ, എത്ര പേർക്ക് എത്ര എക്സാം എഴുതുന്ന സ്റ്റുഡൻസ് ഇതിനകത്തുണ്ടെന്ന് നമുക്ക് അറിയാനായിട്ട് ആഗ്രഹമുണ്ട്. സോ പ്ലീസ് ഡു ലെറ്റ് us know how many of you are writing examinations. ലേറ്റ് ആയിട്ട് ഒരുപാട് ആളുകൾ, നമ്മൾ ഇനീഷ്യലി പറഞ്ഞപ്പോൾ കുട്ടികൾ ഉണ്ടായിരുന്നില്ല. സോ ഇപ്പം കുറെ ആളുകൾ വന്നിട്ടുണ്ട്. ഒന്നും കൂടെ എന്താണ് ഈ സെഷൻ എന്ന് പറയുന്നത്, തീർച്ചയായിട്ടും
എസ്പെഷ്യലി നാളെ എക്സാമുള്ള കുട്ടികൾക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ വെള്ളിയാഴ്ച ഈ ഒരു സമയത്ത് ഈ ഒരു ലൈവ് സെഷൻ വച്ചിരിക്കുന്നത്. എല്ലാ കുട്ടികളുമായി, ഇപ്പം എസ്പെഷ്യലി ഓൺലൈൻ സ്റ്റുഡൻസുമായിട്ട് ഈ ഒരു സമയത്ത് നമ്മൾ വളരെ പ്രൈവറ്റ് ആയിട്ട് നമ്മുടെ ഓൺലൈൻ ക്ലാസ് പ്ലാറ്റ്ഫോംസിൽ എടുത്തുകൊണ്ടിരുന്ന സെഷൻ ആയിരുന്നു ഇത്. സോ നമ്മളത് എല്ലാ കുട്ടികൾക്കും പ്രയോജനമാവട്ടെ, എല്ലാവർക്കും അത് യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഫേസ്ബുക്ക് ലൈവിലൂടെ നമ്മൾ വന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സോ ദിസ് ഈസ് ഫോർ സ്റ്റുഡൻസ് ദോസ് ആർ അപ്പിയറിംഗ് എക്സാം ഇൻ ദ നിയർ ബൈ ഡേറ്റ്സ്, എസ്പെഷ്യലി ടുമോറോ. അതുപോലെ ഒയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കും ആണെങ്കിലും ഇത് വളരെയധികം യൂസ്ഫുൾ ആക്കാം. ലൈക്ക് ബൈ ആസ്കിംഗ് ക്വസ്റ്റ്യൻസ് ദാറ്റ് യു ഹാവ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ലൈക്ക് റൈറ്റിംഗ് സ്പീക്കിംഗ് മൊഡ്യൂളുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായി, ഇപ്പോൾ നാളെ എക്സാമിന് പോവുകയാണല്ലേ, നമുക്ക് ഒരു ഡൗട്ട്സും കാര്യങ്ങളും നമുക്ക് കൊണ്ടുപോകേണ്ട കാര്യമില്ല. Like you should have some person clarity regarding the modules that you appear for the examination. So എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചോദിക്കാവുന്നതാണ്. Yes, so I'm getting some messages. Sandeep Reddy, hi. Yes, so he's going to write examination. Divya Linto, yes. Sterling, hi. Hi Sterling, yeah, I think you have exam tomorrow, Sterling. Yes, so അങ്ങനെ കുറച്ച് പേര് അവരുടെ എക്സാംസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. സോ ഇനി നമ്മൾ നമ്മുടെ മൊഡ്യൂൾസിലോട്ട് വരാം. യെസ്, 4 modules ആണ് നമുക്ക് എക്സാമിനേഷൻ ഉള്ളത്. റൈറ്റിംഗ്, സോ സ്റ്റാർട്ടിംഗ് വിത്ത് ലിസണിംഗ്, റീഡിംഗ്, റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ്, 4 modules. സോ നിങ്ങൾക്ക് നേരത്തെ തന്നെ നിങ്ങളുടെ എന്താ പറയാ, നിങ്ങളുടെ എക്സാം സെന്ററിനെ പറ്റി ഒരു ഐഡിയ ഉണ്ട്. കൃത്യമായി നിങ്ങൾ കറക്റ്റ് സമയത്ത് തന്നെ അവിടെ ആ ലാസ്റ്റ് മിനിറ്റ് ഒരു ഹറിബറി സിറ്റുവേഷൻ ഒഴിവാക്കുക. അതുകൊണ്ട് തന്നെ കൃത്യമായ സമയത്ത് നമ്മൾ അവിടെ എത്തുക, റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക. ബിക്കോസ് ഇറ്റ്സ് ഓൾ അബൌട്ട് ദാറ്റ് ഡേ ടു. അന്നത്തെ ഒരു ദിവസത്തിന് എന്താ പറയാ, ആ ദിവസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ ദിവസത്തിൽ നമ്മൾ ഫുള്ളി പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക, കാമായിട്ടിരിക്കുക. നമ്മൾ യൂഷ്വലി ചെയ്തുകൊണ്ടിരുന്ന ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാരാണ് നമ്മുടെ കൂടെ ഇരിക്കാൻ പോകുന്നത്. നമ്മൾ കാണാത്ത ട്രെയിനേഴ്സ് ആണ് നമ്മുടെ ഫ്രണ്ടിൽ നിൽക്കാൻ പോകുന്നത്. ഇപ്പം നിങ്ങളൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ പഠിച്ച ഒരാളാണെങ്കിൽ യു ആർ ഗോയിങ് ടു മൂവ് ഇൻ ടു എ ന്യൂ അറ്റ്മോസ്ഫിയർ. സോ ഓൾ ദീസ് തിങ്സ് കെൻ ഇൻഫ്ലുവൻസ് യു. പക്ഷേ വളരെ കാമായിട്ടും റിലാക്സ്ഡ് ആയിട്ടും ആ ഒരു അറ്റ്മോസ്ഫിയറിനെ നിങ്ങൾ ഫേസ് ചെയ്യുക. ലിസണിങ് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ നിങ്ങൾക്കൊരു അറ്റ്മോസ്ഫിയർ ഡെഫിനറ്റ്ലി ദ എൻറ്റയർ എക്സാം സെന്റർ വിൽ പ്രൊവൈഡ് ഫോർ യു. ആ ഒരു അറ്റ്മോസ്ഫിയർ നിങ്ങളുടെ എൻറ്റയർ എക്സാം സെന്റർ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ബട്ട് പിൻ ഡ്രോപ്പ് സൈലൻസ്, ദി ഡോണ്ട് ഈവൻ മൂവ് ഫ്രം ദെയർ പ്ലേസ്. നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ലിസണിങ്ങിന്റെ സമയത്ത് അവർ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അനങ്ങില്ല. ബിക്കോസ് ഐ വാസ് എൻ എക്സാം ഇൻവിജിലേറ്റർ ആൻഡ് ഇന്റലക്ച്വലർ. അപ്പൊ എനിക്കത് കൃത്യമായിട്ട് അറിയാം. അപ്പം അവർ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അവർ അനങ്ങത്തില്ല. ബിക്കോസ് ദേ ഡു നോട്ട് വോണ്ട് ടു ഇന്ററപ്റ്റ് യു. യെസ്, ആൻഡ് വൺ തിങ് ദാറ്റ് യു ഷുഡ് മേക്ക് ഷുവർ ഇസ് നിങ്ങളുടെ ടെസ്റ്റ് നടക്കുന്നുണ്ടാവും. ടെസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ ഹെഡ്ഫോൺസ് അത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാമോ ഇല്ലെങ്കിൽ എക്സാമിന് മുന്നേ തന്നെ അത് ഇൻഫോം ചെയ്യാം. ഇൻ ബിറ്റ്വീൻ എക്സാമിനേഷൻ ഇഫ് ദർ ഇസ് എ സീരിയസ് ക്ലാരിറ്റി ഇഷ്യൂ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് നിങ്ങൾ എന്താ പറയുക കോംപ്രമൈസ് ചെയ്ത് കഷ്ടപ്പെട്ട് എഴുതേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അതിനകത്ത് ക്ലാരിറ്റി ഇഷ്യൂ ഉണ്ട്, അത് അവരും വെച്ച് നോക്കും. അവർക്കും അത് മനസ്സിലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ യു വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് അനദർ ചാൻസ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ കൃത്യമായി ശ്രദ്ധിക്കുക. നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് ഫീസൊക്കെ പേ ചെയ്തതിന് ശേഷം നമ്മൾ പോയി ഇരുന്നിട്ട് ലോ ക്ലാരിറ്റി ഇഷ്യൂസ് എന്തായാലും വന്നു, അതുകൊണ്ട് നമുക്ക് മാർക്ക് കുറഞ്ഞു വരേണ്ട ഒരു ആവശ്യമില്ല. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ടെക്നിക്കൽ സപ്പോർട്ട് വേണ്ട ആകെക്കൂടെ ഉള്ളൊരു മൊഡ്യൂൾ എന്ന് പറയുന്നത് ലിസണിങ് ആണ്. അപ്പൊ ആ ലിസണിങ്ങിൽ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ എക്സാമിന് മുന്നേ നോട്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ അറിയിക്കുക. ഇൻ ബിറ്റ്വീൻ എക്സാമിനേഷൻ when you find some disturbance, definitely let them know. They will check, and if it is genuine, you will get another chance. Okay, so അതൊക്കെ കൃത്യമായി നിങ്ങൾ നോട്ട് ചെയ്യുക. കഷ്ടപ്പെട്ട് നമ്മൾ ശ്രദ്ധിച്ച് അല്ലെങ്കിൽ കേൾക്കാത്തൊരു സാധനം നമ്മൾ എഴുതിയിട്ട് എക്സാം സെന്ററിൽ നിന്ന് പുറത്തു വന്നിട്ട് അത് ക്ലാരിറ്റി ഇല്ലായിരുന്നു എന്ന് പറയേണ്ട ഒരു അവസ്ഥ ഒരിക്കലും വരാനിട വരരുത്. ഓക്കെ, So Sandeep, Divya, Sterling, Sini. Yes. So നിങ്ങളുടെ മെസ്സേജ് ഇരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ you can just give us a text in the comment box and definitely we'll be dealing with that. Yes. And on YouTube also we have Anita, good evening. OET Ganga എക്സാം ഉണ്ടെന്നാണ് പറയുന്നത്. യെസ്, ഓക്കെ. സോ യൂട്യൂബിൽ കാണുന്ന കുട്ടികൾക്കാണെങ്കിലും ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് ഡെഫിനറ്റ്ലി യു ക്യാൻ ജസ്റ്റ് ഗിവ് us a comment in the comment box. ആൻഡ് ഇപ്പം റൈറ്റിംഗിലേക്ക് വരുമ്പം ഇന്നലെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ഒരു ക്വസ്റ്റ്യനിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ എനിക്ക് ഡിസ്കസ് ചെയ്യാൻ തോന്നുന്നു. ഐ തിങ്ക് സ്റ്റിൽ സ്റ്റുഡൻസ് ആർ ബിറ്റ് കൺഫ്യൂസ്ഡ്, ഓർ നോട്ട് ഓൾ ദ സ്റ്റുഡൻസ്, I feel proportion of students are still confused between whether it is
like the difference between continuous care and with that of further management. സോ എനിക്ക് തോന്നുന്നു അത് ക്ലാരിഫൈ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു Yes, ലാസ്റ്റ് ക്ലാസ്സസിൽ, ബിക്കോസ് ഇന്ന് നമ്മൾ ജനറൽ ആയിട്ടാണ് ക്ലാസ് എടുക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ സ്റ്റുഡൻസ് ആക്ച്വലി റിക്വസ്റ്റ് definitely. ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കണ്ടിന്യൂയിങ് കെയർ, കണ്ടിന്യൂസ് കെയർ, ഫർദർ മാനേജ്മെന്റ് എന്ന ഈ 3 ടേംസ് തമ്മിൽ സ്റ്റുഡൻസിന് കുറച്ച് പേർക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ കണ്ടിന്യൂയിങ് കെയർ മീൻസ് or ongoing care, continuing care means to continue the care which is given. നിലവിൽ ഇപ്പം like if she is the patient and if I am the care provider and right now she is getting some kinds of management and care from a different person, and now the care is being shifted to me, and that means I just need to continue the care that she's receiving till now. ഇത്രയും നാൾ ഈ പേഷ്യൻറ്റിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന കെയർ അതെന്താണോ എല്ലാം അതുപോലെ ഞാൻ ഇനി തുടരുക എന്ന് മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് എ മീനിങ് ഓഫ് കണ്ടിന്യൂയിങ് കെയർ, ടു കണ്ടിന്യൂ ദ കെയർ ദാറ്റ് ഈസ് ഗിവൺ ടു ദ പേഷ്യൻറ്റ്. ദാറ്റ് മീൻസ് ദ പേഷ്യൻറ്റ് അവിടെ വേറെ അഡീഷണൽ ആയിട്ട് മറ്റ് അഡീഷണൽ ആയിട്ടുള്ള മാനേജ്മെന്റോ അല്ലെങ്കിൽ ഇത്ര നാൾ ചെയ്യുന്നതിൽ വ്യത്യസ്തമായിട്ട് ഡിഫറെൻ്റ് ആയിട്ടൊന്നും ട്രൈ ചെയ്യുകയൊന്നും വേണ്ട. ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണോ അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇഫ് ദ പേഷ്യൻറ്റ് ഈസ് നൗ പ്രൊവൈഡഡ് വിത്ത് വൂണ്ട് ഡ്രസ്സിംഗ്, കണ്ടിന്യൂ കെയർ ആണെങ്കിൽ ആ വൂണ്ട് ഡ്രസ്സിംഗ് നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ടി വരും ടിൽ ദ വൂണ്ട് ഈസ് ഗെറ്റിംഗ് ഹീൽഡ്. ദാറ്റ് ഈസ് എ മീനിങ് ഓഫ് കണ്ടിന്യൂയിങ് കെയർ ഓർ ഓൺ ഗോയിങ് കെയർ എന്നൊക്കെ പറയുന്നത്. ഇനി കണ്ടിന്യൂസ് കെയർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ടോട്ടലി ഡിഫറെൻറ്റ്. സം സ്റ്റുഡൻസ് ഓഫൺ മിസ്റ്റേക്ക് കണ്ടിന്യൂസ് കെയർ വിത്ത് കണ്ടിന്യൂയിങ് കെയർ. ലൈക്ക് കണ്ടിന്യൂയിങ് കെയർ ആണോ കണ്ടിന്യൂസ് കെയർ സിനോണിംസ് ആണോ എന്നൊക്കെ വിശ്വസിക്കുന്ന കുട്ടികളുണ്ട്. ആക്ച്വലി ബോത്ത് ആർ ടോട്ടലി ഡിഫറെൻറ്റ്. ലൈക്ക് കണ്ടിന്യൂസ് കെയർ, ഇപ്പോൾ സ്പീക്കിങ്ങിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വാക്കായിരിക്കാം റൗണ്ട് ദ ക്ലോക്ക് കെയർ അല്ലേ? യെസ്. സോ കണ്ടിന്യൂസ് കെയർ മീൻസ് റൗണ്ട് ദ ക്ലോക്ക് കെയർ. ലൈക്ക് ദ കെയർ ഇസ് പ്രൊവൈഡഡ് ജസ്റ്റ് for 24 or 48 or 72 hours. So can I interrupt, sir? Yeah, sure. Actually, round the clock care നമ്മൾ സ്പീക്കിംഗ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഒന്ന് ക്ലാരിഫൈ ചെയ്യാൻ ഓർത്തു. That's actually an idiomatic expression which is very much appropriate in a 24 hours care അല്ലെങ്കിൽ കണ്ടിന്യൂസ് കെയർ. അതിന് വളരെ അപ്രോപ്രിയേറ്റ് ആയിട്ട് നമുക്ക് സംസാരിക്കാൻ പാകത്തിനുള്ള യൂസേജ് ആണ്. Please don't try that in writing. Okay. Yes. So continuous clear. Yeah, I was just explaining the concept. Yes. So continuous care ഒരു synonym ആയി round the clock care നമുക്ക് എഴുതാം. അങ്ങനെ എഴുതരുത്. Idiomatic expressions are not encouraged in writing. Definitely. But in speaking, definitely you can get good score if you add idiomatic expressions. Okay? Yeah, Please continues. സോ ഈ ഒരു കണ്ടിന്യൂസ് കെയർ എന്ന് പറഞ്ഞാൽ 24 hours അല്ലെങ്കിൽ 48 hours ഈ കെയർ പ്രൊവൈഡർ ഈ പേഷ്യൻറ്റിൻ്റെ കൂടെ ഉണ്ടാവണം. പക്ഷെ കണ്ടിന്യൂ കെയറിൽ അങ്ങനെയല്ല. ലൈക്ക് ഡെയിലി എന്ന് പോയി കാര്യങ്ങളൊക്കെ നോക്കി ചെയ്ത് കൊടുത്ത് തിരിച്ചു പോരാം. പക്ഷെ കണ്ടിന്യൂ കെയറിൽ 24 hours അല്ലെങ്കിൽ 48 hours അല്ലെങ്കിൽ 72 hours ആ കെയർ പ്രൊവൈഡർ ത്രൂ ഔട്ട് ആ പേഷ്യൻ്റെ കൂടെ ഇരുന്ന് ഒബ്സർവ് ചെയ്യേണ്ടി വരും. ദാറ്റ് ഈസ് എ മീനിങ് ഓഫ് കണ്ടിന്യൂസ് കെയർ. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ കെയർ അവിടെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ലൈക്ക് എസ്പെഷ്യലി ദിസ് കെയർ ഈസ് പ്രൊവൈഡഡ് ടു പേഷ്യൻസ് ഹു ഈസ് കെപ്റ്റ് ഫോർ ഒബ്സർവേഷൻ. ഇപ്പോൾ OET-യിൽ ഇത്തരത്തിലുള്ള കണ്ടിന്യൂസ് കെയറിന്റെ ക്വസ്റ്റ്യൻസ് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വരാൻ സാധ്യതയുണ്ട്. ബട്ട് ദർ ഇസ് നോട്ട് എ ക്വസ്റ്റ്യൻ വിച്ച് ഈസ് ആസ്ക്ഡ് വെരി ഓഫൺ. ബട്ട് ഐ തിങ്ക് ദ ക്വസ്റ്റ്യൻ വാസ് ആസ്ക്ഡ് ലൈക്ക് കണ്ടിന്യൂസ് കെയർ ചോദിച്ചിരിക്കുന്നത് 2021 December 18th. ലൈക്ക് ഓൾമോസ്റ്റ് 2 years. 2 years ആവുന്നു അല്ലേ? 2 വർഷം, ഏകദേശം 2 വർഷം മുമ്പാണ് ലാസ്റ്റ് OET ഒഫീഷ്യൽ എക്സാമിനേഷനിൽ കണ്ടിന്യൂസ് കെയർ ബന്ധപ്പെട്ട് ഒരു ചോദ്യം വന്നത്. ആൻഡ് ഐ ഹാവ് പ്രൊവൈഡഡ് ദ സെയിം ക്വസ്റ്റ്യൻ യെസ്റ്റർഡേ ടു സ്റ്റുഡൻസ്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഈ ഡേറ്റ് ഒക്കെ ഓർത്ത് വയ്ക്കുന്നത്. അപ്പോൾ അത് ഡിസ്കസ് ചെയ്തപ്പോഴാണ് കുട്ടികൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. സോ ഐ തോട്ട് ഓഫ് ഡിസ്കസിങ് ദാറ്റ് ഇൻ ജനറൽ ടുഡേ. കാരണം ലാസ്റ്റ് എക്സാമിനേഷന് സോഷ്യൽ വർക്കർ OET. Yes, I was about to ask. ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു about the last examination because കുറെ നാൾ കൂടിയാണ് സോഷ്യൽ വർക്കറിന്റെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ളത്. OET തന്നെ ഗ്യാരണ്ടി ചെയ്തിട്ടുള്ള ഒരു കാര്യമായിരുന്നു സോഷ്യൽ വർക്കേഴ്സിന് ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യേണ്ടെന്നുള്ളത്. ബട്ട് വി ഷുഡ് ഓൾവേസ് ബി റെഡി ടു എക്സ്പെക്ട് ദ അൺഎക്സ്പെക്ടഡ് അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ എക്സാമിനേഷൻ തീർച്ചയായിട്ടും ഇപ്പോൾ ഫാമിലി ഡോക്ടർ, ഫാമിലി GP എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നമുക്ക് വരുന്നുണ്ട്. ഒരു പാറ്റേൺ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് ക്വസ്റ്റ്യൻ ഫാമിലി ഡോക്ടറിന് എഴുതാന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പുതിയതായിട്ട് കഴിഞ്ഞ എക്സാമിനേഷന് സോഷ്യൽ വർക്കറിന് ലെറ്റർ എഴുതുക എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ കുട്ടികളോട് പറയും സോഷ്യൽ വർക്കേഴ്സിന് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമില്ല. കാരണം OET ഗ്യാരണ്ടി ചെയ്തിട്ടുള്ള കാര്യമാണ്. സോഷ്യൽ വർക്കേഴ്സിന് ലെറ്റർ വരാറില്ല, വന്നിട്ടുമില്ല. കഴിഞ്ഞ ഒരു 3 വർഷം അല്ലെങ്കിൽ അതിന് മുകളിലേക്കുള്ള ഒരു ഫേസ് എടുത്താൽ പോലും നമുക്കൊരിക്കലും സോഷ്യൽ വർക്കറിന് ചോദിച്ചുകൊണ്ട് ഒരു ലെറ്റർ വന്നിട്ടില്ല. ഇപ്പം ഈ സോഷ്യൽ വർക്കറിന് ചോദിച്ചുകൊണ്ട് ഒരു ക്വസ്റ്റ്യൻ വരണമെങ്കിൽ ഈ ഒരു 3 വർഷം അല്ലെങ്കിൽ 4 വർഷത്തിനുള്ളിൽ ഒരിക്കലെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കണം അല്ലേ? റൈറ്റ് ലെറ്റർ ടു സോഷ്യൽ വർക്കർ എന്ന്. അപ്പം
രണ്ടും ഫേസിൽ നോക്കുകയാണെങ്കിൽ ഒരിക്കൽ ഒരു സൈഡിൽ OET പറയുന്നു സോഷ്യൽ വർക്കറിൽ ലെറ്റർ ചോദിക്കില്ല എന്ന്. ആൻഡ് ഇഫ് യു ലുക്ക് ഇൻ ടു ദ other side of അതർ സൈഡ്, ഇഫ് യു ലുക്ക് ഇൻ ടു ദ ക്വസ്റ്റ്യൻ പാറ്റേൺ ഫോർ ദ പാസ്റ്റ് 3 or 4 years, അവിടെയും പ്രൂവ് ചെയ്യപ്പെടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സോഷ്യൽ വർക്കേഴ്സ് ലെറ്റർ ഇല്ല. സോ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും ക്വസ്റ്റ്യൻ വരത്തില്ല എന്നുള്ളത്. പക്ഷേ ലാസ്റ്റ് എക്സാമിനേഷൻ ഓഗസ്റ്റ് 2022 അതെ ഓഗസ്റ്റ് 22 നടന്ന OET എക്സാമിനേഷനിൽ സോഷ്യൽ വർക്കറിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് കണ്ടിന്യൂസ് കെയർ വന്നിരിക്കുന്നത്. ഇപ്പോൾ 2 വർഷമായി എന്ന് പറഞ്ഞ് നമുക്ക് 2 വർഷം മുമ്പാണ് കണ്ടിന്യൂസ് കെയറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം വന്നിട്ടുള്ളതെന്ന് വിചാരിച്ച് ഇനി ഇത് വരില്ല എന്ന് നമ്മൾ ഒരിക്കലും പറയാനായിട്ട് പറ്റില്ല. ദാറ്റ്സ് വെരി ഇമ്പോസിബിൾ ഇൻ OET's കേസ്. അതുപോലെ തന്നെയാണ് OET's ഫോളോസ് എ പാറ്റേൺ ഫോർ സ്പീക്കിംഗ് ടെസ്റ്റ്. സ്പീക്കിങ്ങിന് കൃത്യമായ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അതിനകത്ത് ചേഞ്ച് വന്നത് ലാസ്റ്റ് നവംബറിൽ ഒരു എക്സാമിനേഷനിലാണ്. അതെന്തുകൊണ്ടാണ് ഇത്ര ഓർത്തിരിക്കാൻ കാരണം പറയുന്നത്, വൈഡ്ലി നമ്മളൊക്കെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ വൈഡ്ലി ക്വസ്റ്റ്യൻ ലീക്ക് ആയി. ബിക്കോസ് ഞാൻ എപ്പോഴും നിങ്ങളെ റിമൈൻഡ് ചെയ്യുന്ന പോലെ ഡു നോട്ട് ഫോളോ ഇൻ ടു ദോസ് സച്ച് ഫോൾസ് പ്രോമിസസ് ഓഫ് സ്കാംസ് അല്ലെ. അതിലൊന്നും നിങ്ങൾ ഒരു കാരണവശാലും ആവർത്തിച്ച് പറയാണ്, ഒരു കാരണവശാലും നിങ്ങൾ പഠിച്ച് മാത്രം OET ചെയ്യരുത്, മറ്റു രീതികളിൽ ഒന്നും പോകരുത്. അപ്പം അങ്ങനെ വൈഡായിട്ട് ക്വസ്റ്റ്യൻ ലീക്ക് ആയ സമയത്ത് OET ഓൾ ഓഫ് എ സഡൻ സ്പീക്കിങ്ങിന്റെ കാർഡ്സ് ഒക്കെ ചേഞ്ച് ചെയ്തു. അന്ന് ചേഞ്ച് ചെയ്ത ക്വസ്റ്റ്യൻ സോ ദർ വാസ് ലോട്ട് ഓഫ് മിസ്റ്റേക്സ് ഇൻ ദ കാർഡ്സ്. അപ്പൊ അതിന് സത്യം പറഞ്ഞ കാരണക്കാരാരാണ്? ഒരു പരിധിവരെ അന്ന് എക്സാം എഴുതിയ സ്റ്റുഡൻസും അതിൽ എല്ലാവരുമല്ല, എന്നാലും ഒരു പ്രൊപ്പോർഷൻ ഓഫ് സ്റ്റുഡൻസും അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ്. കാരണം അത് ഭയങ്കരമായിട്ട് ലീക്ക് ആയിപ്പോയി. അതല്ലാതെ OET ഓൾവേസ് ഫോളോസ് എ സിസ്റ്റം, എ പാറ്റേൺ. അപ്പൊ അത് എനിക്ക് ഇന്ന് നമ്മുടെ കൂടെ വന്ന കുട്ടി സംസാരിച്ച അഭിപ്രായം ഷെയർ ചെയ്തതുപോലെ തന്നെ ആ ഒരു പാറ്റേൺ ബേസ്ഡ് ആയിട്ടുള്ള ലൈവ് സെഷൻസ് ആണ് നമ്മൾ നമ്മുടെ സ്പീക്കിംഗ് കാർഡ്സിന്റെ കാര്യത്തിലായാലും എല്ലാം ഷെയർ ചെയ്തിട്ടുള്ളത്. സോ ബിഫോർ യു ഗോ ഫോർ ദ എക്സാമിനേഷൻ, ഞാൻ ആവർത്തിച്ച് പറയാറുണ്ട്, നിങ്ങൾ ഈ ഇട്ടിരിക്കുന്ന ലെറ്റേഴ്സ് ആയാലും കാർഡ്സ് ആയാലും ഒന്ന് നോക്കിക്കോളൂ. നിങ്ങൾക്ക് അതിനകത്ത് ഒരു നഷ്ടവും വരാനില്ല. മറിച്ച് യു വിൽ അക്നോളജ് ദിസ് ലേറ്റർ. നിങ്ങൾ സിൻസിയർ ആയിട്ട് നമ്മളിവിടെ FB പേജസിൽ ഇട്ടിരിക്കുന്ന മെറ്റീരിയൽസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് അക്നോളജ് ചെയ്തിരിക്കും, ഉറപ്പാണ് ആ കാര്യത്തിൽ. സോ ഇത് ഇത്ര കോൺഫിഡന്റ് ആയിട്ട് പറയുമ്പോൾ ദോസ് ആർ പ്ലാനിങ് ടു റൈറ്റ് എക്സാമിനേഷൻ, ജസ്റ്റ് ഗോ ത്രൂ ദോസ് കാർഡ്സ്. അതുപോലെ തന്നെ വാം അപ്പ് ക്വസ്റ്റ്യൻസ്, കോമൺലി ആസ്ഡ് വാം അപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം കൂടെ കമ്പയർ ചെയ്ത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വാം അപ്പ് ക്വസ്റ്റ്യൻസ് ഫോർ OET എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. യു കെൻ ഡെഫിനറ്റ്ലി റിസോർട്ട് ടു ദാറ്റ്. യു ഡു നോട്ട് ഹാവ് ടു സ്റ്റഡി 30 വാം അപ്പ് ക്വസ്റ്റ്യൻ, 20 വാം അപ്പ് ക്വസ്റ്റ്യൻസ്. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇൻഫാക്ട് വാം അപ്പ് ക്വസ്റ്റ്യൻസ് ആർ നോട്ട് അനലൈസ്ഡ്. എന്നാൽ കൂടി നമ്മളൊന്ന് കോൺഫിഡന്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയുള്ള വാം അപ്പ് യെസ്, ഒരാഴ്ചയായിട്ട് വാം അപ്പ് ക്വസ്റ്റ്യൻസ് മാത്രം പ്രിപ്പയർ. അതിന്റെ ഒന്നും ഒരു ആവശ്യം വരത്തില്ല. യു കെൻ ജസ്റ്റ് ഗോ ത്രൂ ദ എന്താ പറയാ യൂട്യൂബ് ചാനൽ ആൻഡ് യു കെൻ ജസ്റ്റ് ചെക്ക് ലെറ്റ്സ് സബ്ജക്ട് ലാംഗ്വേജ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനൽ ചെക്ക് ചെയ്യുക ആൻഡ് യു വിൽ ഗെറ്റ് ദ വാം അപ്പ് ക്വസ്റ്റ്യൻസ് ആൻഡ് only resort to those questions. ആ ക്വസ്റ്റ്യൻസ് ബിക്കോസ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയ ചോദ്യങ്ങളാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനകത്ത് 100% വിശ്വസിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഈ 2 കാര്യങ്ങൾ റിമൈൻഡ് ചെയ്തുകൊണ്ട് ഐ വിൽ ആഡ് ടു ദ മൈ പോയിന്റ്സ്. സ്പീക്കിങ്ങിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ സെറ്റിംഗ്സ് ആക്ച്വലി നമുക്ക് സ്പീക്കിങ്ങിന് വലിയ ഇമ്പോർട്ടൻസ് വരുന്നില്ല. സെറ്റിംഗ്സിൽ നിന്ന് മച്ച് ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ 3 മിനിറ്റ് എങ്ങനെ ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യണം എന്നുള്ളൊരു സാഹചര്യത്തിൽ യു ഡു നോട്ട് ഹാവ് ടു സ്പെൻഡ് മച്ച് ടൈം ഇൻ സെറ്റിംഗ്. യു കെൻ ഓൺലി ഗെസ്. ഈ സെറ്റിങ്ങിലൂടെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നത് 2 സാഹചര്യത്തിലാണ്. ഒന്നെന്ന് പറയുന്നത് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ വാർഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഹോം വിസിറ്റ് ആണെങ്കിൽ. ഈ 2 സെറ്റിംഗ് കാണുമ്പോൾ തീർച്ചയായിട്ടും യു വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് ഇസ് എ നോൺ കേസ്. ഇതൊരു നോൺ കേസ് ആണെന്നുള്ള കാര്യം നമുക്ക് കൃത്യമായി മനസ്സിലാവും. സോ ഫ്രം ദ സെറ്റിംഗ് what you can guess is home visit, hospital ward, non case ആണ്. വേറൊന്നും നമുക്ക് സെറ്റിംഗിൽ നിന്ന് കിട്ടുന്നില്ല. രണ്ടാമത്തെ കാര്യം 3 മിനിറ്റ്സ് ആണ് എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യണം. നമുക്ക് സമയക്കുറവുണ്ട്. അപ്പൊ നമ്മൾ സെക്കൻഡ് തിങ് what I recommend to you is first bullet point. Look at the first bullet point. നമ്മൾ ആദ്യത്തെ ബുള്ളറ്റ് പോയിന്റിലോട്ട് നോക്കുക. ആദ്യത്തെ ബുള്ളറ്റ് പോയിന്റിൽ നമ്മൾ എന്തായിരിക്കും കാണുന്നത്? ആ ഒരു ആദ്യത്തെ ബുള്ളറ്റ് പോയിന്റ് കൃത്യമായി നിങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെയാണോ കംഫർട്ടബിൾ ആ രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ആദ്യത്തെ ടാസ്ക്, നിങ്ങൾക്ക് ആദ്യം തന്നിരിക്കുന്ന ആ ജോലി എന്താണെന്ന് മനസ്സിലാക്കിയാൽ തന്നെ ആ കാർഡിന്റെ ഒരു ബെറ്റർ പിക്ചർ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ ഫസ്റ്റ് ടാസ്ക് എപ്പോഴും പർപ്പസ് ഓഫ് യുവർ വിസിറ്റിനെ സംബന്ധിച്ചായിരിക്കും. ഓക്കെ, പ്ലീസ് നോട്ട് ഡൗൺ. ഫസ്റ്റ് ടാസ്ക് എപ്പോഴും പർപ്പസ് ഓഫ് ദ വിസിറ്റിനെ സംബന്ധിച്ചായിരിക്കും.
നമ്മൾ എന്താ പറയാ ആ ഒരു ഫസ്റ്റ് ബുള്ളറ്റ് പോയിന്റ് വരിക. ഫോർ എക്സാമ്പിൾ, നമ്മൾ എന്തിനാണ് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ പേഷ്യൻ്റ് എന്തിനാണ് നമ്മളെ കാണാൻ വന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതോ, അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് പേഷ്യൻറ്റിനെ കാണാൻ പോകുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടോ, അതുമല്ലെങ്കിൽ എന്താണ് കാരണം, എന്താണ് നിങ്ങൾ വിസിറ്റ് ചെയ്തതിന്റെ കാരണം എന്ന് ചോദിച്ചുകൊണ്ടോ ഉള്ളതായിരിക്കും. അപ്പൊ ആദ്യത്തെ രണ്ടെണ്ണം എക്സ്പ്ലെയിൻ ചെയ്യുവാണ്, നിങ്ങൾ വന്നത് ഇതിനല്ലേ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു, ഞാൻ വന്നിരിക്കുന്നത് ഇതിനാണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്കിത് രണ്ടും അറിയത്തില്ല, അപ്പൊ എന്തിനാണ് വന്നത് എന്ന് ചോദിക്കുന്നു. സോ പർപ്പസ് ഓഫ് വിസിറ്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ടാസ്ക് ആയിരിക്കും ഫസ്റ്റ് ബുള്ളറ്റ് പോയിന്റിൽ പൊതുവേ കാണുന്നത്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ കാണുന്ന ഒരേ ഒരു സിറ്റുവേഷൻ മാത്രമാണ്, അത് ജസ്റ്റ് എക്സാമിൻ കേസിലാണ്. അവിടെ നമ്മൾ പർപ്പസ് ഓഫ് വിസിറ്റ് എക്സ്പ്ലെയിൻ ചെയ്യത്തില്ല. റൈറ്റ് അവേ വി ആർ മൂവിങ് ഇൻ ടു ദി കേസസ്. അതായത് താങ്ക് യു ഫോർ ദ കോപ്പറേഷൻ, ഐ ഹവ് കംപ്ലീറ്റഡ് ദ എക്സാമിനേഷൻ, അങ്ങനെ പറഞ്ഞിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട് ഇസ് ദാറ്റ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദ ഫസ്റ്റ് ബുള്ളറ്റ് പോയിന്റ്. ആൻഡ് 3 minutes ഇഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാനായിട്ട് നമ്മുടെ ഫസ്റ്റ് ബുള്ളറ്റ് പോയിന്റ് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഫസ്റ്റ് ബുള്ളറ്റ് പോയിന്റിൽ ഈ ഒരു ഇൻഫർമേഷൻ നമ്മൾ കളക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് സ്പീഡായിട്ട്, ഈസി ആയിട്ട്, ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കാർഡ് ആ 3 minutes ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഐ തിങ്ക് യു ഹാവ് എ ക്വസ്റ്റ്യൻ. സോ സർ, നോൺ കേസ് അൺനോൺ ആയിട്ട് എഴുതിയാൽ മാർക്ക് പോകുമോ? ഡെഫിനറ്റ്ലി ഐ തിങ്ക് ഡെഫിനറ്റ്ലി മാർക്ക് പോകേണ്ടതാണ് അല്ലേ. കാരണം ലൈക്ക് വാട്ട് എക്സാക്ട്ലി ദ ഡിഫറൻസ് ബിറ്റ്വീൻ നോൺ ആൻഡ് അൺനോൺ കേസ്. അപ്പം നമുക്ക് എന്താ പറയുക, നമ്മളെ ലോജിക് ഈസ് വെരി സിമ്പിൾ. നമുക്ക് ഓൾറെഡി നമ്മളെ അറിയാവുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ അറിയാവുന്ന ഒരാളോട് നമ്മൾ നമ്മുടെ എന്തെങ്കിലും ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതും ഒരു സ്ട്രേഞ്ചറോട് നമ്മൾ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതും തമ്മിൽ ടോട്ടലി ഡിഫറൻസ് ഉണ്ട് അല്ലേ. സോ ഓൾറെഡി നമ്മളെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, നമ്മുടെ റെക്കോർഡ്സ് ഉള്ള, നമ്മുടെ ഫയൽ കീപ്പ് ചെയ്യുന്ന, ബീറ്റ് ഡോക്ടർ, GP, അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന റെസിഡൻസിലെ ഒരു നേഴ്സ് ആയിക്കോട്ടെ, ഇവരുടെ എല്ലാവരുടെയും കയ്യിൽ നമ്മുടെ റെക്കോർഡ്സ് ഉണ്ട് തീർച്ചയായിട്ടും. സോ ഡെഫിനറ്റ്ലി അവിടെ നമുക്ക് എന്ത് ചോദിക്കാൻ പറ്റില്ല, അവിടെ അതൊരു തീർച്ചയായിട്ടും നോൺ കേസ് ലെറ്റർ ആണ്. നമ്മളെ പറ്റിയുള്ള പല വിവരങ്ങളും ഇവരുടെ കയ്യിൽ റെക്കോർഡിക്കലി ആയിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ വീണ്ടും അവരോട് ലെറ്ററിൽ എഴുതി പറയുമ്പോൾ അതിലൊരു ലോജിക്കിന്റെ ഇഷ്യൂ വരുന്നുണ്ട് തീർച്ചയായിട്ടും അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും മാർക്ക് പോകേണ്ടതാണ്. ബട്ട് സ്റ്റിൽ ഇപ്പം എന്താ പറയുക, ആക്ച്വലി ഇറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ, ബിക്കോസ് ഇറ്റ് ആക്ച്വലി എന്താ പറയുക, ഒരു ക്വസ്റ്റ്യൻ അവിടെ എക്സ്പ്ലോർ ചെയ്യപ്പെടുകയാണ്. ലാംഗ്വേജിനാണോ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, നമ്മുടെ ലോജിക്കൽ തിങ്കിങ്ങിനും കണ്ടന്റിനുമാണോ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ളത് അല്ലേ. തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും മീറ്റ് ചെയ്യപ്പെടുമ്പോഴാണ് അത് നല്ല ലെറ്റർ ആയിട്ട് മാറുന്നത്. തീർച്ചയായിട്ടും അവിടെ ലാംഗ്വേജിന് കൂടുതൽ ഇമ്പോർട്ടൻസ് തരുന്നുണ്ട്. കാരണം ക്വസ്റ്റ്യൻ മനസ്സിലാകുമ്പോഴാണല്ലോ ഇംഗ്ലീഷിൽ ആ ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുമ്പോഴാണ് സ്കില്ലിനെയാണ് അവിടെ കാണിക്കപ്പെടുന്നത് അല്ലെ. ഈ കാൻഡിഡേറ്റ് കൃത്യമായിട്ട് ലോജിക്കൽ തിങ്ക് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്, റാഷണൽ കപ്പാസിറ്റി ഉള്ള ഒരു കാൻഡിഡേറ്റ് ആണ്. ആ ലാംഗ്വേജിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അവർക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ദാറ്റ് ഓൾസോ ഷോസ് യുവർ റീഡിങ് കപ്പാസിറ്റി, അല്ലെങ്കിൽ റീഡിങ് എബിലിറ്റി നമ്മൾ കാണിക്കപ്പെടുകയാണ് അല്ലെ. അപ്പോൾ ഇതെല്ലാം ഒരുമിച്ച് വരുമ്പോഴാണ് നല്ല ലെറ്റർ ആയിട്ട് വരുന്നത്. തീർച്ചയായിട്ടും ഒരു നോൺ കേസ് ലെറ്റർ അൺനോൺ കേസ് ആയിട്ട് എഴുതി, അല്ലെങ്കിൽ വൈസ് വേഴ്സ സംഭവിച്ചെങ്കിൽ തീർച്ചയായിട്ടും അവിടെ മാർക്ക് പോകേണ്ടതാണ്. ബട്ട് സ്റ്റിൽ ഇൻ കോട്ട്സ് ഇറ്റ് ടോട്ടലി ഡിപ്പെൻഡ്സ് അപ്പോൺ യുവർ എക്സാമിനർ. അതൊരു സബ്ജക്റ്റീവായിട്ട് തീർച്ചയായിട്ടും ഇതെല്ലാം നമ്മുടെ ക്രൈറ്റീരിയയിൽ പറയുന്ന കാര്യങ്ങളാണ്. സെലക്ഷൻ ഓഫ് ഡേറ്റ ആണെങ്കിലും ഓർഗനൈസേഷനിലേക്ക് വരികയാണെങ്കിലും ഇത് ഒരുപാട്, ഇപ്പം ഒരു ഫുൾ സ്റ്റോപ്പ് മുതൽ അവിടെ ഇഷ്യൂ ആണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ലാംഗ്വേജിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഇതെല്ലാം. തീർച്ചയായിട്ടും അത് നമ്മൾ കൃത്യമായിട്ട് മീറ്റ് ചെയ്തില്ലെങ്കിൽ മാർക്ക് പോകരുത് തന്നെ ചെയ്യും. പക്ഷേ എഗെയിൻ ഞാൻ പറഞ്ഞതുപോലെ ഇറ്റ്സ് സബ്ജക്റ്റീവ്. ഇപ്പോൾ ചിലപ്പം പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്ത കുട്ടികളുണ്ടാവാം, നോൺ കേസ് അൺനോൺ കേസ് ആയിട്ട് എഴുതിയിട്ട് 350 കിട്ടിയ കുട്ടികളുണ്ടാവാം അല്ലേ. പ്രോപ്പറായിട്ട് എഴുതിയിട്ട് 300 ബിലോ പോയ കുട്ടികളും ഉണ്ടാവാം. ഇത് കുറച്ച് സബ്ജക്റ്റീവ് ആണ് ബേസിക്കലി. കാരണം അത് ഒരു ഫാക്ടർ കൊണ്ട് മാത്രമല്ല അത് ഡിസൈഡ് ചെയ്യപ്പെടുന്നത്. ഇഫ് യുവർ എക്സാമിനർ ഈസ് ടു കീൻ ഓൺ ലാംഗ്വേജ്, ഇപ്പം ഇഫ് യു ഹാവ് ഇപ്പൊ പറഞ്ഞതുപോലെ നോൺ കേസ് അൺനോൺ കേസ് ആയിട്ട് എഴുതി എന്ന് വിചാരിക്കുക, പക്ഷേ റിട്ടേൺ മാറ്റേഴ്സ് അല്ലേ, ആ കുട്ടി നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, ഗ്രാമാറ്റിക്കൽ എറേഴ്സ് ഒന്നുമില്ല, നല്ല രീതിയിൽ കാര്യങ്ങളെ പാരാഫ്രൈസ് ചെയ്തിട്ടുണ്ട്, നല്ല സിനോണിംസ് ഉപയോഗിച്ചിട്ടുണ്ട്, നറേഷൻ വളരെ എഫക്റ്റീവ് ആയിട്ട് നല്ല ഇംപ്രസീവ് ആയിട്ട് വന്നിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഒരുപാട് ഫാക്ടേഴ്സ് കൂടി വരുമ്പോഴാണ് നല്ല ലെറ്റർ ആവുമെന്ന് പറയുമ്പോഴും
അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ അവിടെ എപ്പോഴും ലാംഗ്വേജ് തന്നെയാണ് അല്ലേ. അപ്പോൾ ഇങ്ങനൊരു നമുക്കൊരു അബദ്ധം പറ്റി അല്ലെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ഇഫ് യു ഹാവ് റിട്ടൺ ഇറ്റ് ഇൻ എ വെൽ Structured and manner, proper language, good grammar, with proper paraphrasing and synonyms and all those things, definitely there is a ray of hope. യെസ് ബട്ട് ദെൻ നിങ്ങൾ ആ നോൺ കേസ് അത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കി ഇപ്പം നിങ്ങൾക്കൊരു 340 ആണ് കിട്ടിയെങ്കിൽ ആ ഒരു മിസ്റ്റേക്കും കൂടെ കറക്റ്റ് ചെയ്തിരുന്നെങ്കിൽ അത് വേറൊരു ലെവലിലോട്ട് പോകേണ്ട ലെറ്റർ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ യു മൈറ്റ് ഹവ് ഗോട്ട് 370 380 അങ്ങനെയൊക്കെ കിട്ടുന്ന ലെറ്റർ ആയിരിക്കാം. പിന്നെ അത് നിങ്ങൾ ഈ ഒരു മിസ്റ്റേക്കിൻ്റെത് പിനലൈസ് ചെയ്യപ്പെടും. ബാക്കിയെല്ലാം ബാക്കി ക്രൈറ്റീരിയ എല്ലാം മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവർ കൺസിഡർ ചെയ്യുകയും ചെയ്യും. ഓക്കെ, സോ അനദർ ക്വസ്റ്റ്യൻ ഫോർ യു സർ. Okay. Can you explain about using connectives in writing? Basically, ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം തന്നെയാണ് കണക്റ്റീവ്സ്. വൈ ഡു വി യൂസ് കണക്റ്റീവ്സ്? കണക്റ്റീവ്സ് ആക്ച്വലി മേക്സ് യുവർ ലാംഗ്വേജ് വെരി സൂത്തൻ ആൻഡ് വെരി ഇറ്റ് ഇൻക്രീസസ് ദ ഫ്ലോ ഓഫ് യുവർ റൈറ്റിംഗ്. I think this question was asked last exam. ഈ ഒരു ലാസ്റ്റ് അവർ പ്രിപ്പറേഷനിൽ ഈ ഒരു ചോദ്യം അതിന് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് കണക്റ്റീവ്സ് എന്തൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളത് പഠിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്തിനാണ്, വൈ ഡു വി യൂസ് കണക്റ്റീവ്സ്? ബിക്കോസ് നമ്മൾ എന്താണ് ആസ് ഐ സെഡ് കഴിഞ്ഞ ലൈവ് സെഷനിൽ പറഞ്ഞ കാര്യം തന്നെയാണ്, ഇറ്റ്സ് ആക്ച്വലി വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അല്ലാതെ നമ്മൾ കുറേ സയന്റിഫിക് ആയിട്ടുള്ള എസ്സയോ കാര്യങ്ങളോ ഒന്നും അല്ല നമ്മൾ എഴുതുന്നത്, പോയിന്റ് ബൈ പോയിന്റ് എഴുതി പോകുന്നതല്ല. വി ആർ ആക്ച്വലി ട്രൈങ് ടു കമ്മ്യൂണിക്കേറ്റ് സംതിങ് വിത്ത് സമ്മൺ. ലൈക്ക് ഹിയർ വെൻ കംസ് ടു OET ഒരു മെഡിക്കൽ പ്രൊഫഷണലുമായിട്ട് നമ്മൾ ഒരു പേഷ്യൻറ്റിൻ്റെ എന്തോ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് അല്ലേ. അപ്പോൾ കമ്മ്യൂണിക്കേഷന് വളരെ സ്മൂത്തിനായിട്ട് ആ വായിക്കുന്ന ആൾക്ക് വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടാണ് നമ്മൾ കണക്റ്റേഴ്സ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ സ്റ്റാർട്ടിങ് എ സെന്റൻസ് വിത്ത് ഹൗ എവർ കോമ, അപ്പോൾ ആ റീഡറിനെ മനസ്സിലാക്കാൻ പറ്റും മുകളിൽ പറഞ്ഞ ഇൻഫർമേഷന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോൺട്രാഡിക്റ്റിംഗ് ആയിട്ടുള്ള എന്താ കാര്യമാണ് താഴെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. സോ അപ്പോൾ ആ സെന്റൻസ് വായിക്കാതെ തന്നെ ദ റീഡർ ഇസ് ഗെറ്റിംഗ് എ കൈൻഡ് ഓഫ് എ പ്രിജുഡൈസ്ഡ് അപ്രോച്ച്. എന്തായിരിക്കാം ഈ കാൻഡിഡേറ്റ് ഈ സെന്റൻസിൽ പറയാൻ പോകുന്നത് തന്നെ. ലൈക്ക് ഇൻ അഡീഷൻ എന്ന് നമ്മൾ ഉപയോഗിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ പറഞ്ഞതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് അല്ലെങ്കിൽ അതിനോട് കൂടെ നിൽക്കുന്ന മറ്റൊരു കാര്യം ചർച്ച ചെയ്യാൻ പോകും. സോ ഇതാണ് കണക്ടേഴ്സിന്റെ യൂസ് എന്ന് പറയുന്നത്. സോ ഡെഫിനറ്റ്ലി ഫോർമൽ പ്ലാറ്റ്ഫോമിൽ ഉപയോഗിക്കാൻ പറ്റുന്ന കണക്ടേഴ്സ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ലൈക്ക് ഇപ്പം എന്താ പറയുക, ഇൻ അഡീഷൻ, അഡീഷണലി, സബ്സിക്വൻ്റ്ലി, കോൺസിക്വൻ്റ്ലി, ലൈക്ക് ഓൺ സബ്സിക്വൻ്റ് ഡേയ്സ്, ഓൺ കോൺസിക്വൻ്റ് ഡേയ്സ്. ഇനി തൊട്ടടുത്ത ദിവസം എന്ന് പറയുകയാണെങ്കിൽ ഓൺ ദ സബ്സിക്വൻ്റ് ഡേ അല്ലെങ്കിൽ ഓൺ ദ കോൺസിക്വൻ്റ് ഡേ. ഇനി ഇനീഷ്യലി വെച്ച് പറയാൻ ഓൺ ഡ്യൂറിങ് ഇനീഷ്യൽ ഹോം വിസിറ്റ് അല്ലെങ്കിൽ ഇനീഷ്യലി, ഡ്യൂറിങ് ഇനീഷ്യൽ സ്റ്റേ ഇൻ ഹോസ്പിറ്റൽ. ഇനി അതല്ല ഹോസ്പിറ്റലൈസേഷൻ റെക്കോർഡ്സ് ആണ് പറയുന്നതെങ്കിൽ ഡ്യൂറിങ് ഹോസ്പിറ്റലൈസേഷൻ, ഡ്യൂറിങ് ഹി സ്റ്റേ ഇൻ ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ ഡ്യൂറിങ് എന്ന് വെച്ചാൽ ഡ്യൂറിങ് വെച്ച് കുറെ പറയാം. ഡ്യൂറിങ് ഹോം വിസിറ്റ്സ്, ഡ്യൂറിങ് ഹി സ്റ്റേ ഇൻ റീഹാബിലിറ്റേഷൻ സെന്റർ. ഇപ്പോൾ ഡ്യൂറിങ് കൂട്ടി നമുക്ക് കുറെ കണക്ടേഴ്സ് ഉപയോഗിക്കാം. ഇനി അതല്ല അഡീഷണൽ ആയിട്ട് പറയാം, നോർമലായിട്ട് പറഞ്ഞത് ഇൻ അഡീഷൻ, അഡീഷണലി, പിന്നെ മോർ ഓവർ പോലെയുള്ള കണക്ടേഴ്സ് നമുക്ക് ഉപയോഗിക്കാൻ ഫർദർ മോർ ഒന്നും ഉപയോഗിക്കേണ്ടി വരുന്നില്ല. വിച്ച് ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ ഐ തിങ്ക് എസ്സേ റൈറ്റിംഗിലൊക്കെ ഉപയോഗിക്കുന്നതാണ്. ഈവൻ ദോ ഇതൊക്കെ നമ്മൾ എസ്സേ റൈറ്റിംഗിൽ ഉപയോഗിക്കുന്നതാണ്, ബട്ട് യു ക്യാൻ ഡെഫിനറ്റ്ലി യൂസ് ഓൾ ദോ ഇൻ യുവർ ലെറ്റേഴ്സ്. ഇനി ഇത് കൂടാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സിൻസ് ദെൻ ഉപയോഗിക്കാം. ഇനി ഇന്നത്തെ കാര്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ നമുക്കതിൽ ടുഡേ എന്ന് ഉപയോഗിക്കാം, കറന്റ്ലി, പ്രസന്റ്ലി, നൗ, പിന്നെ യെസ്റ്റർഡേ, ഇങ്ങനെയുള്ള ഒരുപാട് therefore, however, ഒരുപാട് കണക്ടേഴ്സ് നമുക്ക് ഉപയോഗിക്കാം. എനിക്ക് ഇത്രയാണ് പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് വരുന്നത്. സോ ഇഫ് ഐ ഹാവ് മിസ്ഡ് any, you can definitely add to that, or if you have any other confusions regarding connectors being used in letter, you can ask me. And I think we have more questions. Yes. Can you explain about using despite in writing? So another connector. Actually, it actually takes a bit time to explain the use of despite. നാളെയൊക്കെ ഉള്ള ഇപ്പം ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ബിക്കോസ് നാളെ എക്സാമിനുള്ള സ്റ്റുഡൻസിന് ഇനി പുതിയൊരു സെന്റൻസ് കൺസ്ട്രക്ഷൻ അവർ പഠിക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് ക്വൈറ്റ് ഡിഫിക്കൽട്ട് എന്ന് പറയുന്നില്ല, പക്ഷെ അതൊരു നമ്മളൊരു ട്രാപ്പ് ആണെന്ന് പറയാം അല്ലേ. ലൈക്ക് അതിന് പകരം ഹവർ ഉണ്ട്. English to English. Yeah, I'm sorry. So the question is regarding the use of despite in writing.
Actually, I think I will at least take around 15 to 20 minutes to teach the use of despite In the for classroom. students, because it is a bit a time-taking process, because we need to learn some steps and we need to go into grammar a bit more. Yeah. So So since this session is particularly focused on students, those who have exam tomorrow, I think it's better not to learn something new today. yes. You can just stick on with the Yeah. use of alternatives for despite, like however, although, but. That is definitely well and Awesome. enough. Yeah. So why do we take this 20 minutes for teaching a word despite? It's because it's a good and wonderful connector. Yeah, So you definitely. should understand, you should relate it with your mother tongue and then understand the meaning. And then when you're confident to use a connective, Yes. then use it. അല്ലെ, നമ്മളൊരു കണക്റ്റീവ് യൂസ് ചെയ്യാൻ കോൺഫിഡന്റ് ആകുമ്പോഴാണ് നമ്മൾ അത് ഉപയോഗിക്കേണ്ടത്. അതല്ലാതെ നമുക്കൊരു കണക്റ്റീവ് കിട്ടിയത് എവിടെയെങ്കിലും നമ്മൾ മെക്കാനിക്കലായിട്ട് പ്ലേസ് ചെയ്യാൻ നേരത്ത് അത് നറേഷനെ എഫക്ട് ചെയ്യും. നമ്മുടെ ആ ലെറ്റർ വായിക്കുമ്പോൾ അൺനെസസറി ആയിട്ട് കുറെ സാധനങ്ങൾ വരുന്ന പോലെ നമുക്ക് തോന്നാൻ ചാൻസ് ഉണ്ട്. ഇറ്റ് ലുക്സ് സോ മെക്കാനിക്കൽ, റൈറ്റ്? Yep. സോ ഇസ് പാസ്റ്റ് ഹിസ്റ്ററി ഇസ് ഓക്കെ ഇൻ നോൺ കേസ് ലെറ്റർ? I'm sorry. Yeah, Is past history is okay in non-case letter? Yeah, that is also a very good question. Yeah. So usually, I have to again discuss on some misconceptions circling around students regarding non-case letter. That is, first and foremost, students are having a kind of approach that, okay, if it is a non-case letter, I do not have to pick up anything from the social or medical history. That is how students actually keep in mind, because definitely the way of thinking is correct, because if it is a non-case letter, there is actually nothing to be rewritten in the letter from the past or social history, because everything will be there in their record. I do agree with that totally, but again, OET knows that. OET have this in mind, and keeping this in mind, OET put forth or OET makes question in such a way that to trap students. ഇപ്പോൾ നോൺ കേസ് ലെറ്റർ ആണെങ്കിൽ പാസ്റ്റ് ഹിസ്റ്ററി, ഇപ്പം ചില കുട്ടികൾ പറയാറുണ്ട്, ഞാൻ പാസ്റ്റ് ഹിസ്റ്ററി സാർ നോൺ കേസ് ലെറ്റർ ആണെങ്കിൽ ഞാൻ പാസ്റ്റ് ഹിസ്റ്ററിയും സോഷ്യൽ ഹിസ്റ്ററിയും വായിക്കാനേ പോയില്ല, കാരണം അത് നോൺ കേസ് ആണല്ലോ. പക്ഷെ അങ്ങനെയല്ല, ഇപ്പോഴുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ എന്ന് പറയുമ്പോൾ പാസ്റ്റ് ഹിസ്റ്ററിയും കറണ്ട് കണ്ടീഷൻ അല്ലെങ്കിൽ ഫ്യൂച്ചർ നീഡ്സ് ഓഫ് ദ പേഷ്യൻറ്റുമായിട്ട് കണക്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ വരാറുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ സോഷ്യൽ ഹിസ്റ്ററിയിൽ കൊടുത്തിരിക്കുകയാണ് അല്ലെങ്കിൽ ഹിസ്റ്ററിയിൽ കൊടുത്തിരിക്കുകയാണ്, സ്മോക്സ് 10 cigarettes a day എന്ന് കൊടുത്തിരിക്കുന്നു. സോഷ്യൽ ഹിസ്റ്ററിയിൽ പാസ്റ്റ് ഹിസ്റ്ററി ഓർ സോഷ്യൽ ഹിസ്റ്ററി ആൻഡ് ഹിസ്റ്ററിനെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ, ബിക്കോസ് ബോത്ത് അല്ലെങ്കിൽ പാസ്റ്റ് ആണെങ്കിലും സോഷ്യൽ ആണെങ്കിലും ഇറ്റ് ഈസ് ജസ്റ്റ് ഹിസ്റ്ററി അല്ലേ. അപ്പോൾ ഈ പാസ്റ്റ് ഹിസ്റ്ററി ആണെങ്കിലും സോഷ്യൽ ഹിസ്റ്ററി ആണെങ്കിലും ഇപ്പം കൊടുത്തിരിക്കുകയാണ് സ്മോക്സ് 5 cigarettes a day എന്ന് കൊടുത്തിരിക്കുന്നു. ആൻഡ് പ്ലാനിൽ കൊടുത്തിരിക്കുകയാണ്, ഐ മീൻ ഇൻട്രൊഡ്യൂസ് ഹിം ടു സ്മോക്കിംഗ് സെസേഷൻ പ്രോഗ്രാം എന്ന് കൊടുത്തിരിക്കുന്നു. ഓക്കെ, so and the letter is now being returned to the patient's GP. Okay, non case letter ആണ്, സോഷ്യൽ ഹിസ്റ്ററിയിൽ പറഞ്ഞിരിക്കുന്നു സ്മോക്സ് 5 cigarettes a day. ഒരിക്കലും നമുക്ക് എഴുതേണ്ട കാര്യമില്ല, ബിക്കോസ് ഇറ്റ് ഈസ് ഓൾറെഡി നോൺ ടു ദ റീഡർ ഓർ ഇറ്റ് ഈസ് ഓൾറെഡി ദർ ഇൻ ദ ഡോക്ടേഴ്സ് റെക്കോർഡ് അല്ലേ. ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദിസ് ലെറ്റർ, ബിക്കോസ് ഫ്യൂച്ചർ നീഡ്സുമായിട്ട് ഇതിന് ബന്ധമുണ്ട്. ദ പേഷ്യൻറ്റ് നീഡ്സ് ടു ബി ആക്ച്വലി ഇൻട്രൊഡ്യൂസ്ഡ് ടു എ സ്മോക്കിംഗ് സെസേഷൻ പ്രോഗ്രാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ആസ് യു നോ, Mr. Dash Dash smokes 5 cigarettes a day, comma, please introduce him to a smoking cessation program. സോ ഇതുപോലെ കണക്ഷൻ ഉണ്ടാവുന്ന കാര്യങ്ങൾ, ഇതുപോലെ കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ലെറ്ററിൽ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. സോ ഒരിക്കലും നോൺ കേസ് ലെറ്റർ എന്ന് പറയുമ്പോൾ ഹിസ്റ്ററി എന്ന് പറയുന്നത് സോഷ്യൽ ആയിക്കോട്ടെ മെഡിക്കൽ ആയിക്കോട്ടെ ടോട്ടലി അവോയ്ഡ് ചെയ്യാന്നുള്ളതല്ല. There will be something to be picked up from the social or medical history for most of the letters, not all the letters, for most of the letters. Okay, so one important question from Setu. Sir, transfer means when patient is going to other facility. Is it transfer words necessary to use in intro if it's not mentioned in the task? 1 second, I'm sorry. Okay. Sir, transfer means when patient is going to other facility. Is it okay? Transfer words necessarily to use in intro if it is not mentioned in the task. Okay, and you have one more question in the YouTube, I guess. Transfer means the patient is going to other. Yeah, definitely. Transfer means She again. is a non-Malayali. Yeah, definitely. So, Sweetu, yeah. I think I'll answer to the question first. The first question immediately. And before that, you can actually use the word transfer in all the cases. For example, the question is like that. Using the information given in the case notes, write a letter of transfer to so and so. Okay, if this is how the question is. Suppose. And when you read this question,
we might think that, okay, the patient, as you said, the patient might be now getting transferred to somewhere else. So using the information given in the case notes, write a letter of transfer. And if you read this particular sentence, normally what we think in our mind is that the patient is now getting transferred to a different facility. Okay, so that is how we actually think, but it is not always mandatory to get questions like that. You can expect questions like using information in the case notes, write a letter of transfer, and in the plan, they might give you a statement, require home visit. So, how is that possible? How is it possible for a patient who is getting transferred to a different facility to get home visit? Both won't work. അല്ലേ, ഒരാളെ നമ്മൾ ഡിഫറെന്റ് ഫെസിലിറ്റിയിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയും ആ സമയത്ത് തന്നെ അവർക്ക് ഹോം വിസിറ്റ് കൊടുക്കാൻ പറ്റില്ല. I hope that is clear. Okay. Yes. But All right. you can use the word transfer in all the cases, because in every case, even if the letter is written to the consultant in the emergency department or to a nurse or to a physiotherapist, doesn't matter. In all the scenarios, in all the case notes that you have done so far, the care is being transferred always. It is not always mandatory that the patient Physical himself. transfer or not? Yes. But the care has always been transferred. The transfer letter that you have learned. In your mind is like the physical transfer. Yes, of the patient. നമ്മൾ എപ്പോഴും ഫിസിക്കൽ ട്രാൻസ്ഫർ, ഒരാളെ നമ്മൾ ശാരീരികമായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും കിടക്കുന്നത്. പക്ഷെ ദ ട്രാൻസ്ഫർ ഓഫ് കെയർ ഇസ് ഓൾസോ പോസിബിൾ, അല്ലേ? സോ യു ഹാവ് മോർ ഡൗട്ട്സ് ഇൻ യൂട്യൂബ്. ഇഫ് വി ആർ റൈറ്റിംഗ് ലെറ്റർ ഫോർ മദർ ആൻഡ് ചൈൽഡ്, ഹൗ ടു മെൻഷൻ ഇറ്റ് ഇൻ റെഫറൻസ്? Yeah, if both mother and child, Yes, okay. yes. So, okay, the question is regarding mother and child. So the logic is very simple. Definitely, you have to write both the mother and the details of the mother and the child in the reference if both the mother and child requires care from the reader, because you are referring both the patients. The initial patient may be the mother. Like during admission, the patient might be mother, and upon discharge, the mother's condition might have been subsided, and now the care is only required for the child. So definitely, our mother നമ്മൾ റെഫറൻസിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യമില്ല. ബട്ട് അവിടെ ചൈൽഡിന്റെ പേര് മാത്രം, ചൈൽഡ് നെയിം ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് മാത്രം എഴുതിയാൽ മതി. ബട്ട് സം കേസസ് നമ്മൾ ലെറ്റർ എഴുതുന്ന ആൾക്ക്, അല്ലെങ്കിൽ ലെറ്റർ എഴുതുന്ന ആളുടെ അടുത്ത് മദറിനും ചൈൽഡിനും റിക്വയർമെന്റ് ഉണ്ട്. രണ്ടുപേർക്കും കെയർ വേണമെങ്കിൽ അവർ രണ്ടുപേരും പേഷ്യൻസ് ആണ്, രണ്ടുപേർക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. അപ്പോൾ ആരെ നമ്മൾ റെഫറൻസിൽ വയ്ക്കും? രണ്ടുപേരുടെ പേരും വെക്കേണ്ടി വരും. ഇഫ് ബോത്ത് മദർ ആൻഡ് ചൈൽഡ് requires care from the receiver of the letter, definitely you have to include both their name and date of birth. I hope it is clear. Yes, so I have one doubt. Good evening, ma'am. In OET speaking, in non-case, if we can speak to parent or son. So, what I understand is, if a parent son or conversation, like, can we speak to both? So actually, they would have mentioned it very clearly, because we only have one interlocutor in front of you. നിങ്ങളുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഒരാളായിരിക്കും, അല്ലേ? സോ ദേ വിൽ ഡെഫിനറ്റ്ലി മേക്ക് ഇറ്റ് ക്ലിയർ ഇൻ യുവർ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ. ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫിൽ അവർ കൃത്യമായിട്ട്, നേഴ്സ് എന്ന് എഴുതിയ പാരഗ്രാഫിൽ, ആ സിനാരിയോ എക്സ്പ്ലെയിൻ ചെയ്യുന്ന പാരഗ്രാഫിൽ കൃത്യമായിട്ട് ദ ചൈൽഡ് ഇസ് നോട്ട് പ്രസന്റ് എന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും. യു വിൽ ബി സ്പീക്കിംഗ് ടു ദ carrier, or if you're speaking to the child, they'll be mentioning it very clearly. So there is no room for question or doubt. Okay, അവിടെ നിങ്ങൾക്ക് യാതൊരു കൺഫ്യൂഷന്റെ ആവശ്യമില്ല, അത് കൃത്യമായിട്ട് തന്നിട്ടുണ്ടാവും. So that is one point. So I hope it is clear, but definitely you should ask the name of the person that you are talking to, and also you should confirm if already നമ്മളുടെ ട്രീറ്റ്മെന്റിൽ ഉള്ളതാണ് son എങ്കിൽ, if the son is already under our treatment, then you should confirm the name. You should know the name of the son, അല്ലേ? ഞാൻ ഏത് പേഷ്യന്റിനെ പറ്റിയാണ് സംസാരിക്കേണ്ടതെന്നുള്ളത് നമ്മൾ പാരന്റിനോട് ചോദിക്കും. And for the easy communication with the parent, we'll ask the name of the parent too. So you need to collect both the names, and the priority, of course, we'll be speaking about the patient. Patient ആരാണ്? അത് son ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കൂടുതൽ സംസാരിക്കുക സണ്ണിനെ പറ്റിയിട്ടായിരിക്കും. So you need the name of the son, and it's always good to mention the name. Yes. So that's how we relate or connect to the person very well. ഒരാളുടെ പേരെടുത്ത് പറയുമ്പോൾ you can easily connect to the person. Okay, so I hope that doubt is clear. ഗംഗ എനിക്ക് തോന്നുന്നു കുറെ നേരമായിട്ട് ആ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. And another question is, before role play, we'll ask a name, right? Yes, we'll ask name. I'm confused. Can I ask,
patient or relative name. Okay. So, before role play, that means 3 minutes time. This 3 minutes time is actually a relaxed time for you. അത് നമുക്ക് നമ്മുടെ അസസ്മെന്റിന്റെ ഭാഗമായിട്ട് വരുന്നതല്ല. ഡെഫിനറ്റ്ലി യു ഷുഡ് യൂസ് എ ഇംഗ്ലീഷ് ലാംഗ്വേജ്. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ, നമുക്ക് ഡൗട്ട്സ് ഒക്കെ ചോദിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജിലായിരിക്കണം ചോദിക്കേണ്ടത്. ബട്ട് ദെൻ ദാറ്റ് ഇസ് നോട്ട് എ പാർട്ട് ഓഫ് യുവർ അസസ്മെന്റ്. നിങ്ങളുടെ എക്സാമിന് മാർക്ക് ഇടുന്നതിന്റെ ഭാഗമായിട്ട് വരുന്നതല്ല. സോ യു കെൻ ബി ലിറ്റിൽ മോർ കംഫർട്ടബിൾ. സോ ഇഫ് യു വോണ്ട് ബോത്ത് ദ നെയിംസ്, അതായത് ഇൻ ബിറ്റ്വീൻ ലൈക്ക് വിൽ ഐ ഹാവ് കൺഫ്യൂഷൻ അങ്ങനെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ, ഹൗ കെൻ ഐ കോൾ ദ പേഷ്യൻറ്റ് ആൻഡ് ഹൗ കെൻ ഐ അഡ്രസ് ദ carer? Okay, you can ask both during the 3 minutes time. Okay, and make a clarity of it. Ini idare shesham during the presentation, during that 5 minutes time, you have changed your character. You are in a professional setup, alle? You're a nurse, so you can't go back to your original self. ആ ഒരു 5 മിനിറ്റിൽ നമ്മൾ നമ്മുടെ ക്യാരക്ടർ ആയി കഴിഞ്ഞു. അതിനകത്ത് നിന്ന് ഒരു തിരിച്ചുപോക്കില്ല. 5 മിനിറ്റ് തീരുന്നവരെ ഐ എം നോട്ട് പ്രിയങ്ക, ഐ എം പ്രൊഫഷണലി എ nurse, so I'll be talking to a carer, either a carer or a patient. ഒന്നെങ്കിൽ പേഷ്യന്റിനോട് അല്ലെങ്കിൽ കെയറിനോടായിരിക്കും സംസാരിക്കുക. ഇതിനിടക്ക് ഇഫ് യു നീഡ് ടു റെഫർ, നമുക്ക് അതിനിടക്ക് എന്താ പറയാ, പേഷ്യന്റിനെ റെഫർ ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ യു നീഡ് ദ പേഷ്യൻസ് നെയിം, ആൻഡ് ഇഫ് യു നീഡ് ടു റെഫർ ദ റിലേറ്റീവിന്റെ പേര് പറയണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് ഹാവ് ബോത്ത് ദ നെയിംസ് ഇൻ യുവർ ഹാൻഡ്. അല്ല, രണ്ടുപേരും നമ്മളുടെ കൂടെ ഉണ്ടായിരിക്കേണ്ടതാണ്. ആ പേരൊക്കെ അപ്പോൾ 3 മിനിറ്റ്സിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം. യു കെൻ ആസ്ക് എനിത്തിങ്, but speak in English and make a clarity for all of these. Okay, I hope it is clear for all of you. There is a question. Write ചെയ്യുമ്പോൾ underlined ആയാൽ മാർക്ക് ഡെഫിനറ്റ്ലി കുറയും, because definitely they ask you to write your letter in between 180 to 200 words, so make sure that you have met the word count within the time frame. And I think while you practice, definitely you should have the habit of counting the word count, so that നമ്മൾ അതും ഒഫീഷ്യൽ പേപ്പറിൽ തന്നെ എഴുതി പഠിക്കുക. എന്നാൽ മാത്രമേ നമ്മൾ ഒരു കാൽക്കുലേഷൻ ഉണ്ടാവുള്ളൂ. എക്സാമിന് പോയിട്ട് നമുക്ക് വേർഡ് കൗണ്ട് ചെയ്ത് നോക്കാൻ പറ്റില്ല. ആൻഡ് ഓൾസോ ഇഫ് യു ഹാവ് പ്രോപ്പർലി അണ്ടർസ്റ്റുഡ് ദ ക്വസ്റ്റ്യൻ, ഒരു കൺസേൺഡ് ആവശ്യം വരുന്നില്ല. കാരണം പ്രോപ്പർ ആയിട്ടുള്ള ഡേറ്റ സെലക്ഷൻ നമുക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേർഡ് കൗണ്ട് മീറ്റ് ചെയ്യാൻ പറ്റിയിരിക്കും. സോ ദിസ് ഇസ് മേജർ പ്രോബ്ലം ഇഫ് യു ഫെയിൽ ടു മീറ്റ് ദ വേർഡ് കൗണ്ട്. Another, can you use the first name of the patient for all under 18? Yeah, definitely. For patient who is under 17, you can just use the first name of the patient. For example, my name is Harish KG. So if I am below 17, so you can just write down, I am writing to refer Harish. You do not have to use Mr. KG, or you don't have to use Mr. Harish. It is just Harish if I am below 17. Okay. And I think Sweetie's question is not yet answered completely, I think. The question is very simple. I am writing to refer, her question is that if the letter is a transfer letter, can we use the word refer? Actually, you can use it, but the thing is, your examiner might be looking for these keywords in your writing. Exactly. And refer has a specific meaning too. Yes, it is more or less, I mean, the language is a colored one. Yeah. It gets meaning with actually, a different the word situation. refer and referral has got no connection at all. Yes. Referral letter is something different from the word refer, but actually it is not like it is always better not to take a risk. Yes. So if it is a transfer letter, it is always better to use the word transfer or synonyms for the word transfer like shift, relocate, move. So any of these synonyms can be used, I guess. So it is always better to use the word transfer or the synonyms of it in the introduction instead of the word refer if it is actually a transfer of the patient. I think that's answered, and we have some more questions to get answered. So what we are planning to do is like we'll be texting you in the same group itself. ഈ ഒരു ലൈവ് സെഷൻ്റെ അടിയിൽ തന്നെ നമ്മൾ ഇതിനുള്ള ആൻസേഴ്സ് എല്ലാം ടെക്സ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. Because we have time limitation, we thought of finishing it in half an hour, but then we've already crossed the time. So thank you so much. So I think more and more questions, you are coming up with more and more questions. So that's very good. You can actually come up with more questions. Less session തീർന്നു എന്ന് വെച്ച് പേടിക്കണ്ട. നിങ്ങൾക്ക് ഇനിയും ചോദ്യങ്ങൾ ചോദിക്കാം. Definitely we will be clarifying all your doubts in the same comment box. You can just stay back there. Yes. And since we have taken so much of time, I think it's time for us to wind up. Yes. And നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഇനി കുറച്ച് മണിക്കൂറുകൾ കൂടെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്, സീരിയസ് ആയിട്ടുള്ള ഡൗട്ടുകൾ നിങ്ങൾക്കുണ്ട്, if you wanted to clear it up, you can ask here. We'll be texting to you in the same group as a response. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ലൈവ് സെഷൻ തീർന്നു എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ, അയ്യോ എനിക്കത് കിട്ടിയില്ലല്ലോ എന്ന് പേടിക്കണ്ട.
നമ്മളത് ആൻസർ ചെയ്യുന്നതായിരിക്കും അല്ലേ. ആൻഡ് നാളെ എക്സാം Do not കഴിഞ്ഞ് forget. ഈവനിങ് 9 o'clock നമുക്ക് വീണ്ടും എക്സാമിൻ്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും മറ്റുമായിട്ടൊന്ന് ഡിസ്കഷൻ നമ്മൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് പോലെ അതെ, വരാവുന്നതാണ്. സോ എല്ലാവരും നാളെ രാത്രി എക്സാം ഒക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് സ്റ്റേ ബാക്ക് ഓർ സ്റ്റേ ട്യൂൺഡ് വിത്ത് ലെറ്റ്സ് അപ്ഡേ ലാംഗ്വേജ് അക്കാദമി. ഈ സെയിം പേജിൽ നമുക്കൊരു എക്സാം റിവ്യൂ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. okay. So So until then, hope you see tomorrow, and let everyone will have a good exam day. Let everyone have a good exam day. എല്ലാവർക്കും ഒരു നല്ല എക്സാം ഡേ ഞങ്ങൾ ആശംസിക്കുന്നു. അതിനുശേഷം വിൽ ഹാവ് എ വണ്ടർഫുൾ ആൻഡ് ഹെൽത്തി ചാറ്റ് ഓൺ ദ സെയിം. അപ്പോൾ നാളെ കാണാം. നാളെ കാണുന്നതിനും അതുവരെ അല്ലേ, ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ എക്സാമിന്. ഫ്രം ദ ബോട്ടം ഓഫ് അവർ ഹാർട്ട് വി വിഷ് all the very all best. the very best. And it's me, Harish, signing in. Thank you. And it's Priyanka signing out. Bye.